HSM സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കുള്ള റമളാനും നോമ്പുകളും എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലത്തെ മറ്റു വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങൾ നൽകുന്ന സമ്മാനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവർ അത് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നില്ല. പരീക്ഷയ്ക്ക് ഓപ്ഷനോടു കൂടെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ രൂപത്തിലും ഭാവത്തിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വലിയ വലിയ ഉത്തരങ്ങളൊക്കെ കൃത്യമായി വിശദമായി നല്ല രൂപത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെപ്പോൾ? ഉത്തരം ഹിജ്റ 2-ാം വർഷം ശഅബാനിൽ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വർഷങ്ങളിലെ റമളാൻ ലഭിച്ചിരുന്നു? 9 വർഷങ്ങളിൽ. അതിൽ തന്നെ ഒരു വർഷം മാത്രം 30 നോമ്പ് കിട്ടി, ബാക്കി മുഴുവനും 29 നോമ്പ് ലഭിച്ചു. 3. ആർക്കാണ് നോമ്പ് നിർബന്ധം? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും നോമ്പനുഷ്ഠിക്കാൻ കഴിവുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. 4. എല്ലാ മാസങ്ങളിലും മാസപ്പിറവി കണ്ടുപിടിക്കുന്നതിൻ്റെ വിധി? ഫർള് കിഫായ, സാമൂഹിക ബാധ്യത. 5. റമളാൻ സ്ഥിരപ്പെടാൻ എത്ര സാക്ഷികൾ വേണം? ഉത്തരം ഒരു സാക്ഷി മതി. അല്ലാത്ത മാസങ്ങൾക്ക് 2 സാക്ഷി വേണം. 6. ചോദ്യം, ഫർള് നോമ്പിന് ഉദാഹരണങ്ങൾ? ഉത്തരം റമളാൻ, നേർച്ചയാക്കിയ നോമ്പ്, കഫാറത്ത് വഴി വരുന്ന നോമ്പുകൾ. 7. സുന്നത്ത് നോമ്പിന് ഉദാഹരണങ്ങൾ? അറഫ നോമ്പ്, മുഹറം 9, 10, ശവ്വാലിൽ 6 ദിവസം. 8. ഫർള് നോമ്പിൻ്റെ നിയ്യത്തിനുള്ള നിബന്ധനകൾ? രാത്രിയിലാവൽ, നിർണയിക്കൽ. 9. ഓരോ ദിവസത്തിനും വെവ്വേറെ നിയ്യത്ത് വേണോ? വേണം, ഓരോ ദിവസവും നിയ്യത്ത് ചെയ്യണം. 10. സുന്നത്ത് നോമ്പിന് നിയ്യത്ത് രാത്രിയിലാവേണ്ടതുണ്ടോ? ഉത്തരം ഇല്ല. ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. പക്ഷേ സുബഹി മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. രാത്രിയിലാവലാണ് ഉത്തമം. 11. നിയ്യത്ത് ചെയ്തുറങ്ങിയ ശേഷം സുബഹിക്ക് മുമ്പായി ഉണർന്നാൽ നിയ്യത്ത് പുതുക്കൽ നിർബന്ധമുണ്ടോ? ഉത്തരം ഇല്ല, സുന്നത്താണ്. 12. നിയ്യത്ത് ചെയ്ത ശേഷം സുബഹിക്ക് മുമ്പ് നോമ്പ് വേണ്ടെന്ന് വെച്ചാൽ ചെയ്ത നിയ്യത്ത് അസാധുവായി വേറെ നിയ്യത്ത് അനിവാര്യമാണ്. 13. റമളാൻ നോമ്പിൻ്റെ ഏറ്റവും ചുരുങ്ങിയ നിയ്യത്ത്? ഉത്തരം നവൈതു സൗമ റമളാന, റമളാനിലെ നോമ്പ് ഞാൻ കരുതി. 14. ഫർള് നോമ്പിൻ്റെ നിയ്യത്തിലെ സുന്നത്തുകൾ? 1. അദാ ഖളാ വ്യക്തമാക്കൽ. 2. ഫർളാണെന്ന് വ്യക്തമാക്കൽ. 3. വർഷം നിർണയിക്കൽ. 4. അള്ളാഹുവിന് വേണ്ടിയെന്ന് വ്യക്തമാക്കൽ. 15. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ? ഉത്തരം സംയോഗം. 2. ഇന്ദ്രിയം സ്ഖലിപ്പിക്കൽ. 3. ഉണ്ടാക്കി ഛർദിക്കൽ. 4. പ്രസവരക്തം പുറപ്പെടൽ. 5. ആർത്തവം. 6. പ്രസവം. 7. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകൽ. 8. ഭ്രാന്ത്. 9. പകൽ മുഴുവൻ ബോധക്ഷയം ഉണ്ടാവൽ. 10. തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള വസ്തുവും ഉള്ളിൽ പ്രവേശിക്കൽ. 11. മരണം. 16. നോമ്പുകാരൻ്റെ അകത്ത് കടന്നാൽ നോമ്പ് മുറിയുന്ന വസ്തുക്കൾ ചില ഉദാഹരണങ്ങൾ? കഫം, ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ. ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ: മോണയുടെ രക്തം പോലെയുള്ള നജസോ വെറ്റിലയുടെ ചുവപ്പ് പോലെയുള്ള ശുദ്ധമോ കലർന്ന ഉമിനീര്. 17. മോണയുടെ രക്തം കലർന്ന ഉമിനീര് തെളിഞ്ഞാൽ വിഴുങ്ങാമോ? പാടില്ല, നോമ്പ് മുറിയും, കഴുകി വൃത്തിയാക്കണം. അടുത്തത് 18. ചെവിയിൽ മരുന്നുറ്റിക്കൽ, പുകവലി എന്നിവ കൊണ്ട് നോമ്പ് മുറിയുമോ? മുറിയും. 19. സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയുമോ? ഉത്തരം ഇല്ല. 20. രുചിയും വാസനയും നോമ്പുകാരൻ്റെ ഉള്ളിലെത്തിയാൽ അവ തടിയുള്ളവ വസ്തുവല്ലാത്തതിനാൽ നോമ്പ് മുറിയുന്നതല്ല. 21. നോമ്പുകാരൻ സുറുമയിട്ടാൽ നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയില്ല, എങ്കിലും ഉപേക്ഷിക്കലാണ് നല്ലത്.
22 നോമ്പുകാരൻ പകൽ മുഴുവൻ ഉറങ്ങിയാൽ നോമ്പ് സ്വഹിയാകുന്നതാണ്. 23 ഉമിനീർ വർദ്ധിപ്പിക്കുന്ന വല്ലതും നോമ്പുകാരൻ ശവക്കുന്നതിൻ്റെ വിധി. ഉത്തരം കറാഹത്താണ്. 24 നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് അഥവാ പല്ല് തേക്കുന്നതിൻ്റെ വിധി. ഉത്തരം കറാഹത്താണ്. 25 നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കുന്നതിൻ്റെ വിധി. കറാഹത്താണ്. 26 പകൽ മുഴുവൻ അബോധാവസ്ഥയുണ്ടാവൽ നോമ്പ് സ്വഹിയാകുന്നതല്ല. 27 ഭ്രാന്തുള്ളവന് പകലിനിടയിൽ ഭ്രാന്ത് സുഖപ്പെട്ടാൽ അവൻ ഇംസാക്ക് സുന്നത്താണ്. അഥവാ നോമ്പുകാരനെ പോലെ നോമ്പ് തുറക്കുന്ന സമയം പിടിച്ചു നിൽക്കുക. 28 എന്താണ് ഇംസാക്ക്? നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വെടിഞ്ഞ് നിൽക്കുക എന്നതാണ്. 29 രാത്രി നിയ്യത്ത് ചെയ്യാൻ മറന്നവന് പകലിൽ ഭക്ഷണം കഴിച്ചൂടെ? ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവന് ഇംസാക്ക് നിർബന്ധമാണ്. ഇംസാക്ക് എന്താണെന്ന് നമ്മൾ മുകളിൽ വ്യക്തമാക്കി കഴിഞ്ഞു. 30 റമദാനിൻ്റെ പകലിൽ മെൻഷസ് മുറിഞ്ഞവൾക്ക് ഇംസാക്ക് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല, എങ്കിലും സുന്നത്താണ്. 31 നോമ്പിൻ്റെ സുന്നത്തുകളിൽ ചിലത്. അത്താഴം കഴിക്കൽ. സുബഹിയായോ എന്ന് സംശയം വരാത്ത വിധത്തിൽ അത്താഴം പിന്തിപ്പിക്കൽ. വലിയ അശുദ്ധിയുള്ളവർ സുബഹിക്ക് മുമ്പ് കുളിക്കൽ. അത്താഴ സമയം സുഗന്ധം പൂശൽ. ആഡംബരങ്ങൾ ഒഴിവാക്കൽ. ഖുർആൻ പാരായണം, സ്വതക്ക, എഴുത്തിക്കാഫ് എന്നിവ വർദ്ധിപ്പിക്കൽ. അസ്തമയം ഉറപ്പായാൽ വേഗം നോമ്പ് തുറക്കൽ. നോമ്പ് തുറയെ നിസ്കാരത്തേക്കാൾ മുന്തിക്കൽ. നോമ്പ് തുറപ്പിക്കൽ. ഈത്തപ്പഴം, കാരക്ക, വെള്ളം എന്നിവ കൊണ്ട് യഥാക്രമം നോമ്പ് തുറക്കൽ. നോമ്പ് തുറന്നതിനുടനെയുള്ള ദിക്ർ ചൊല്ലൽ. 32 അത്താഴത്തിൻ്റെ സമയം. ഉത്തരം അർദ്ധരാത്രി മുതൽ സുബഹി വരെ. 33 അത്താഴമാകാൻ ഭക്ഷണം എത്ര വേണം? ഇത്രയെന്നോ ഇന്ന സാധനം എന്നോ നിയമമില്ല, ഒരിറക്ക് വെള്ളമായാലും മതി. 34 അത്താഴത്തിന് അതിശ്രേഷ്ഠമായ വസ്തുക്കൾ. യഥാക്രമം ഈത്തപ്പഴം, കാരക്ക, വെള്ളം എന്നിങ്ങനെ. 35 വേഗത്തിൽ വെള്ളം കൊണ്ട് മുറിക്കുക അല്ലെങ്കിൽ താമസിച്ച് കാരക്ക കൊണ്ട് മുറിക്കുക. ഏതാണ് ഉത്തമം, മഹത്വമുള്ളത്? വേഗത്തിൽ വെള്ളം കൊണ്ട് മുറിക്കലാണ് മഹത്വമുള്ളത്. 36 ഒരാൾക്ക് നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴം, കാരക്ക, വെള്ളം ഇതൊക്കെ എത്രയായിരിക്കണം? ഈത്തപ്പഴം, കാരക്ക ഇതാണെങ്കിൽ 3 എണ്ണം, വെള്ളമാണെങ്കിൽ 3 ഇറക്ക്. 37 നോമ്പ് മുറിക്കുന്നതിൽ സംസം വെള്ളം ഈത്തപ്പഴം, കാരക്ക എന്നിവയേക്കാൾ പ്രാധാന്യമുണ്ടോ? ഇല്ല. 38 വെള്ളവും സംസമും ഉണ്ടെങ്കിൽ സംസമിന് മുൻഗണന നൽകണം. 39 റമദാനിൽ നോമ്പ് നോൽക്കലോ പിന്നീട് ഖളാ വീട്ടലോ നിർബന്ധമില്ലാത്തവർ, ഭ്രാന്തൻ, കുട്ടി, കഴിവില്ലാത്തവർ അഥവാ വാർദ്ധക്യം, മാറാവ്യാധി രോഗം എന്നിവ മൂലം. 40 ഹൈദുകാരിയും നിഫാസുകാരിയും നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടോ? ഉത്തരം അതെ, വീട്ടൽ നിർബന്ധമാണ്. 41 ഹൈദുകാരിയും നിഫാസുകാരിയും നിസ്കാരം ഖളാ വീട്ടണോ? ഉത്തരം വേണ്ട അഥവാ ഇല്ല. 42 ഹൈദുകാരിയും നിഫാസുകാരിയും നിസ്കാരം ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്, ചെയ്യാൻ പാടില്ല. 43 നോമ്പ് നോൽക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം എപ്പോൾ? ഉത്തരം നോമ്പിന് വിവേകിയായ കുട്ടിക്ക് 7 വയസ്സായാൽ നോമ്പ് കൊണ്ട് കൽപ്പിച്ചും 10 വയസ്സായാൽ കഴിവുള്ളതോടെ നോമ്പ് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിച്ചും നോമ്പ് പരിശീലിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് കടമയാണ്. 44 നിർബന്ധമില്ലാതെ തുടങ്ങിയ നോമ്പ് പൂർത്തിയാക്കൽ നിർബന്ധമായ 3 വിഭാഗം. നോമ്പെടുത്ത കുട്ടിക്ക് പകലിൽ പ്രായപൂർത്തിയായാൽ, നോമ്പെടുത്ത യാത്രക്കാരൻ നോമ്പ് മുറിയുന്നതിന് മുമ്പ് യാത്ര തീർന്നാൽ, നോമ്പെടുത്ത രോഗി നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് രോഗം ഭേദമായാൽ ഇവരൊക്കെ മുഴുവനാക്കൽ നിർബന്ധമാണ്. 45 റമദാൻ നോമ്പ് ഖളാ വീട്ടുമ്പോൾ തുടരെയാവേണ്ടതുണ്ടോ? ഉത്തരം തുടരെയാവൽ സുന്നത്താണ്. 46 നിർബന്ധമായ നോമ്പ് വീട്ടി തീർക്കാതെ മരണപ്പെട്ടാൽ കുറ്റമില്ലാത്തതും പരിഹാരമാർഗം വേണ്ടാത്തതുമെപ്പോൾ?
അർഹമായ കാരണം മൂലം ഫർള് നോമ്പ് നഷ്ടപ്പെടുകയും ഖളാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിനു മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ. 47 നിർബന്ധമായ നോമ്പ് വീട്ടാതെ കുറ്റക്കാരനായി മരിച്ച മുസ്ലിമിൻ്റെ നോമ്പിന് അനിവാര്യമായ പരിഹാരമാർഗം എന്താണ്? ഉത്തരം: അനന്തര സ്വത്തുണ്ടെങ്കിൽ നാട്ടിലെ മുഖ്യധാന്യം ഓരോ മുദ്ദ് വീതം ഓരോ ദിവസത്തെ നോമ്പിന് പകരമായി ഫക്കീർ, മിസ്കീൻ എന്നിവർക്ക് നൽകുകയോ ആ നോമ്പെല്ലാം സ്വയമോ മറ്റുള്ളവരെ കൊണ്ടോ അനുഷ്ഠിച്ച് തീർക്കുകയോ ചെയ്യൽ അനന്തരാവകാശികളായ ബന്ധുക്കൾക്ക് നിർബന്ധമാണ്. 48 എന്താണ് മുദ്ദ്? മിതമായ 2 മുൻകൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കോരലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ധാന്യമാണ് ഒരു മുദ്ദ്. ഏകദേശം 800 മില്ലി ലിറ്റർ. 49 മരിച്ച മുസ്ലിമിൻ്റെ നിർബന്ധ നോമ്പിന് പകരം നോമ്പ് വീട്ടലോ ധാന്യം കൊടുക്കലോ ഏതാണ് ഉത്തമം? ധാന്യം കൊടുക്കലാണ് ഉത്തമം. 50 അന്യര് വീട്ടിയാൽ സാധുവാകാനുള്ള നിബന്ധനകൾ. അതിന് മയ്യത്തിൽ നിന്നുള്ള വസിയത്തോ മരണപ്പെട്ടവൻ്റെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ബന്ധുവിൻ്റെ സമ്മതമോ ഉണ്ടായിരിക്കണം. വീട്ടുന്നവൻ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവനായിരിക്കുകയും വേണം. 50 ചോദ്യം ഇവിടെ പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് നാളെ 80 ചോദ്യങ്ങൾ നമുക്ക് ചാനലിൽ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്ത് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.